ഹലോ, ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലാട്ടുള്ളത്. എൻ്റെ വീടിൻ്റെ അടുത്ത് കുറച്ച് വ്യൂസ് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഞാനും മക്കളൊക്കെ കൂടിയിട്ട് അങ്ങനെ ഇറങ്ങാണ്, നടന്ന് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ പാടാണ്, ഫുള്ള് പാടം പിന്നെ ഫോറസ്റ്റാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം അവിടുത്തെ വിശേഷങ്ങളൊക്കെ. ഞാനും ഹെബയും പിന്നെ മക്കളും കൂടിയിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ അയക്കണേ. എൻ്റെ സ്വത്തമ്മ നല്ല ആകാംക്ഷയായിട്ട് നിൽക്കണേ കാണാൻ വേണ്ടിയിട്ട്. അവൾക്ക് പാടത്തൊക്കെ ഇറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ജലദോഷം പനിയൊക്കെയാണ്, കണ്ട് വോയിസിന് ഇത്തിരി ക്ലാരിറ്റി കുറയും. സ്വത്തുമ്മ നടന്നിട്ട് അവൾ വിടാനൊക്കെ വേണ്ടി അവൾക്ക് അറിയില്ല ഇറങ്ങാനൊന്നും നടക്കാനൊന്നും. വരമ്പത്ത് കൂടെ പാടത്തിൻ്റെ വരമ്പ് കണ്ടില്ലേ, പാടാണ്, ഫുള്ള് പാടാണ്, അപ്പുറത്താണ് കാട്. ഇതിൻ്റെ മേലെയാണ് കേട്ടോ ഞങ്ങളെ വീട്. വീഡിയോ എടുക്കുമ്പോൾ മുഖം പൊത്തിയിരിക്കും ഒരാൾ. അവൾ മുന്നിൽ നടന്നിട്ട് ലാസ്റ്റ് അവിടെ നിന്നിട്ട് തിരിഞ്ഞ് നോക്കുക ഞങ്ങൾ വരുള്ളൂ. ഞങ്ങൾ വീഡിയോസ് എടുക്കുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് എൻ്റെ വീടിൻ്റെ അവിടെ ഭയങ്കര ഇഷ്ടമാട്ടാ, ഒരുപാട് ഇഷ്ടം. ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് എടപ്പാളാണ്, മലപ്പുറം. അപ്പോൾ അവിടെ അങ്ങനെ ടൗൺ ഏരിയ അങ്ങനെ അധികം പാടങ്ങളൊന്നും. എൻ്റെ വീടിൻ്റെ അവിടെ വരുന്ന പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് നല്ല എന്താ പറയുക, ഒരു ഹാപ്പിനെസ്സാണ് അവിടെ നിൽക്കുന്നത്. അവൾ വിളിക്കുകയാണ് കേട്ടോ, സ്വത്തുമ്മ വായോ വായോ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. വീഡിയോസ് എടുക്കുമ്പോൾ വിളിക്കുകയാണ്, അതേ വായോ പറഞ്ഞിട്ട്. ഇവിടുത്തെ കിളികളുടെ ഇതിൻ്റെ ഒക്കെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കട്ടെ. ഞാനൊന്നും സൗണ്ട് എഫക്റ്റ് കൊടുത്തതല്ല, ഒറിജിനൽ സൗണ്ടാണ് കേട്ടോ. ഇവിടെ ഞങ്ങളും കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ കാണുന്ന വാഴത്തോട്ടമൊക്കെ ഞങ്ങളുടെയാണ്, എൻ്റെ ഉമ്മയും ഉപ്പയും കൃഷി ചെയ്യുന്നതാണ്. പിന്നെ ഈ നെൽകൃഷി അതിൻ്റെ അപ്പുറത്ത് കുറേ ഉണ്ട് നെൽകൃഷിയാണ്. ഈ സമയത്ത് ഇവിടെ നെൽകൃഷിയാണ്. ഇത് വേനൽക്കാലം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂർക്ക കൃഷി ചെയ്യും. ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്നൊന്നും അറിയില്ല. ഇവിടെ ഇപ്പോൾ നെല്ലാണ്. ഇതും പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ കാണുന്നത് നമ്മുടെ കൃഷി തന്നെയാണ് കേട്ടോ. ഞാൻ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. അവൾ വീഡിയോസ് എടുക്കുന്ന ആൾ ഹിബയാണ്, ഞാൻ ഫ്രണ്ടിൽ നടക്കുകയാണ്. ഞാൻ പറയണ്ട അത് കാണിച്ചു കൊടുക്കുക, ഇത് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കണ്ടില്ലേ സൺസെറ്റ്, സാധാരണക്കാർക്ക് കാണാൻ പറ്റിയ സൺസെറ്റാണ് നമ്മുടെ ഇവിടെ. അങ്ങനെ അവളോട് പറയുന്നുണ്ട് ഞങ്ങളെ നാട്ടിൽ സൺസെറ്റ് കാണാൻ വേറെ എവിടെയും പോകണ്ടെന്നൊക്കെ പറയും അവളോട്. അവളുടെ വീട് പാലക്കാടാണ് കേട്ടോ, പാലക്കാട് പത്തിരിപ്പാല എന്ന് പറയും. കുറച്ച് നേരം നടന്ന് ഞങ്ങൾ കുറേ നേരം അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിന്ന് സൺസെറ്റൊക്കെ കണ്ട്. ഇപ്പോൾ വെള്ളമൊന്നും അധികമില്ല, കാറ്റ് വീശിയതുകൊണ്ട് വെള്ളമൊക്കെ കുറേ വറ്റിപ്പോയിരിക്കണം. മക്കളൊക്കെ ഫ്രണ്ടിലാണ് കേട്ടോ. പിന്നെ ഈ ഒരു സാധനം ഇതിനെ കുറഞ്ഞ് തിരഞ്ഞിട്ട് കുറേ നടന്ന് ഞങ്ങൾ. ഇതിനെന്താ നിങ്ങളുടെ നാട്ടിൽ പറയാമെന്നറിയോ? എന്താണെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞങ്ങൾ ഇതിനെ എന്താ ഞൗഞ്ഞി എന്ന് പറയും. ചിലവർ ഇതിന് വേറെ എന്തൊക്കെയാണ് ആഫ്രിക്കൻ ഇത് ഞൗഞ്ഞി എന്ന് എന്തൊക്കെ പറയും. ഞങ്ങളവിടെ ഇതാണ് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറഞ്ഞാൽ കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ ആ മലയിലൊക്കെ ചെറുപ്പത്തിൽ കുറേ നടന്നിട്ടുണ്ട്, കയറി പോയിട്ടുണ്ട് അങ്ങോട്ടൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ സ്ഥലം? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യമായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് വോയിസ് കൊടുത്ത് മയിൽ പോകണുണ്ടാകും. അതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയൊരു മയിൽ. ഈ മയിൽ ഞങ്ങളുടെ വീട്ടിലെന്നും ഫുഡ് കഴിക്കാൻ വരും. ഫുഡ് കഴിക്കാൻ മീൻസ് ഞങ്ങളവിടെ വെച്ച് കൊടുക്കൂട്ടാ. അപ്പോൾ അത് കഴിച്ചിട്ട് പോകും. ഒരു ദിവസം ഞങ്ങളുടെ കിണറ്റിലൊക്കെ വീണുണ്ട് എന്നല്ലോ, കുറേ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.